കർത്താവേ, നിന്നെ ആശ്രയിക്കുന്ന ജീവിപ്പാനത്തെ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ അടുത്തുവന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ വചനങ്ങളൊക്കെയും തിരുനാമത്തിൽ ഞങ്ങളുടെ ആത്മീയമായി ഉണർന്നു പോകാന് അവിടുത്തെ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സന്നിധാനത്തിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് മാറാകണമേ. No.
എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് അങ്ങേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. നമുക്ക് തന്നെ ഇപ്പോൾ സങ്കീർത്തനങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ സങ്കീർത്തനം 130. സാം 130. ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക വേദഭാഗം അപ്പോസ്തലനായ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 15 മുതൽ 5-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 15 മുതൽ 5-ാം അധ്യായം 10 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുകയും കൃപ പലരിലും പെരുകി ദൈവത്തിന് മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക വേദഭാഗം അപ്പോസ്തലനായ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 15 മുതൽ 5-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 15 മുതൽ 5-ാം അധ്യായം 10 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുകയും കൃപ പലരിലും പെരുകി ദൈവത്തിന് മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അഗ്രഹിക്കപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. മുടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായ തേജസ്സിന്റെ നിത്യജനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. There
കർത്താവെ, അടിയനെ ന്യായപ്രസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കരുതേ. തന്റെ ഭക്തന്മാരുടെ മരണം നീതിമാൻ എന്നേക്കും ജീവിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. കർത്താവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്ധിയിൽ സന്തോഷ പരിപൂർണതയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിന് വിടംപെട്ട പോകുന്നവരുടെ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്തിൽ നിന്ന് നീക്കപ്പെട്ട ശേഷം അങ്ങയോടുകൂടെ ആനന്ദത്തിനും ഭാഗ്യത്തിനും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങൾ തിരുമുമ്പാകെയോർക്കുന്ന ഈ പൈതൃക ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരോട് എല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിനും ശരീരത്തിലും അങ്ങേക്കുമുള്ള നിത്യമഹത്വത്തിൽ സർവസമ്പൂർണതയും മോക്ഷവും അനുഭവിക്കേണ്ടത് അങ്ങ് ആ തെരഞ്ഞെടുത്തവരുടെ സംഖ്യയെ ശീഘ്രം തികച്ച് അങ്ങയുടെ രാജ്യം വേഗം വരുത്തുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല ജഡത്തിന്റെയും ആത്മാക്കളുടെ ദൈവമേ, അങ്ങനെയുള്ള വിശ്വാസത്തിലും ഭയത്തിലും ഓട്ടം തിരിച്ചവരായ ഞങ്ങളുടെ അറിവിൽപ്പെട്ടവരും ഞങ്ങളുടെ അറിവിൽപ്പെടാത്തവരുമായ അങ്ങയുടെ എല്ലാ പിതന്മാർക്ക് വേണ്ടി, പ്രത്യേകം ഈ പൈതലിന് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളാൽ പ്രോത്സാഹിക്കപ്പെട്ട് കൂട്ടായ്മയാൽ ബലപ്പെട്ട വിശുദ്ധന്മാർക്ക് അവകാശത്തിൽ അങ്ങയുടെ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായുടെ യോഗ്യതകൾ മൂലം ഞങ്ങളും പങ്കാളികളാകുവാൻ പ്രാപ്തരാക്കേണ്ടതിന് കൃപ തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നിത്യനും അമൃത്യനും അദൃശ്യനുമായ രാജാവും പിതാപുത്ര പരിശുദ്ധാത്മാവായ ഏകജ്ഞാനിയായ ദൈവത്തിന്റെ ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, എന്നുള്ള വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഈ ആയുസ്സിനെ വിട്ടുപോയവരായ അങ്ങയുടെ എല്ലാ വൃദ്ധന്മാർക്കായിട്ട് ഞങ്ങളുടെ അങ്ങയുടെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ അതാത് തലമുറയിൽ അങ്ങയുടെ കൃപയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളും ലോകത്തിന് വെളിച്ചങ്ങളുമായി ഇരുന്നിട്ടുള്ള അങ്ങയുടെ എല്ലാ വിശുദ്ധന്മാർക്കായും ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മനഃപൂർവ്വമായി സ്തുതിക്കുന്നു. ഞങ്ങളും അവരുടെ സംസർഗത്തിൽ ഉല്ലസിച്ച അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളാൽ പിന്തുടരുവാനും അവരോടുകൂടി അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിന് ഓഹരിക്കാരാകേണ്ടതിന് ഞങ്ങളുടെ കൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അടുത്ത പാട്ടിന് ശേഷം ബഹുമാനമുള്ള പ്രൊഫസർ ക്രിസ്ത്യൻ ഗിൽസാർ നമ്മളോട് വചനത്തിനോട് സംസാരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് തന്നിരിക്കുന്ന താളുകളിൽ നാലാമത്തെ പാട്ട് 1, 2, 4 നാലാമത്തെ ചരണം നമുക്ക് പാടാം. സോങ് നമ്പർ 4, first 2 and the last 10. Oh
നമ്മുടെ ജീവിതത്തിൽ വിരിയുകയും അപ്രതീക്ഷിതമായി നമ്മളോട് യാത്ര പറയുകയും ചെയ്ത പ്രിയപ്പെട്ട അലക്സിസ് മോളുടെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസം. വികാരവായ്പോടെ അല്ലാതെ ആ വേർപാട് അനുസ്മരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. മരണം ഒരു നിതാന്ത സത്യം ആണ് എങ്കിൽ പോലും എല്ലാ മരണങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കുന്ന മരണങ്ങളാണ്. അത് ഒരു അത്ഭുതമായി ഇന്നും തുടരുന്നു. ഒരു സത്യമാണ് മരണം, മാറ്റമില്ലാത്ത ഒരേ ഒരു സത്യമാണ് മരണം എങ്കിൽ പോലും ഓരോ മരണവും നമ്മെ ഞെട്ടിപ്പിക്കുന്നതായിത്തീരുന്നു. എന്റെ പ്രതീക്ഷിക്കുന്ന സുനിശ്ചിതമായ മരണം നമ്മെ ഞെട്ടിപ്പിക്കുന്നു. അതാണ് മരണത്തിന്റെ ഏറ്റവും വലിയ ഒരു രഹസ്യം. എന്നാൽ നമ്മുടെ ആത്മാവിൽ എഴുകി ജീവിക്കുന്ന അവർ അപ്രതീക്ഷിതമായി നമ്മളിന്ന് വേർപെടുമ്പോൾ ഏൽപ്പിക്കുന്ന ആഘാതം സാധാരണ മരണങ്ങളിൽ നിന്നും ആഴമേറിയ ആഘാതമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. പ്രിയപ്പെട്ട പൈതൽ അതിന്റെ വേർപാട് നമ്മളിൽ സഭയായി, സമൂഹമായി, കുടുംബമായി സൃഷ്ടിച്ചത് അത്തരത്തിലുള്ള ആഴമേറിയ ഒരു ആഘാതമായിരുന്നു. സഭയ്ക്കും സമൂഹത്തിനും ഒരുപക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഒരു ചരിത്രത്തിന്റെ ഓർമ്മയായി മാത്രം അവശേഷിക്കാം. പക്ഷേ മാതാപിതാക്കൾ, സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി അതങ്ങനെ ജീവിതത്തിൽ അന്ത്യം വരെ നിലനിൽക്കും. കർത്താവ് അത്തരമൊരു മനസ്സ് നമ്മൾ സൂക്ഷിക്കുന്നതിന് എതിരാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കരയുന്നവരോടുകൂടെ കരയുന്ന എന്റെ നാഥൻ ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് കണ്ണീർ വാർത്ത നമ്മളുടെ ദുഃഖങ്ങളുടെ മേഖലകളിൽ നാളുകൾ നമ്മോടൊപ്പം ദുഃഖിക്കുന്നുണ്ട്. എന്നാൽ ചിരന്തനമായ ശാശ്വതമായ ആശ്വാസം നമുക്ക് പകർന്നു തരുന്നവനായി ഉണ്ടാവും. പ്രിയപ്പെട്ട ആയിരിക്കും. അതുപോലെ തന്നെ ആ കുടുംബത്തിന് ഒക്കെ ദൈവം സമാധാനവും ആശ്വാസവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായി ഉണ്ടായ ആഘാതം ആ കുടുംബത്തെ ഒത്തിരി തളർത്തിയിട്ടുണ്ട്. കൊണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവമാശ്വാസം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ എന്നോട് ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അതിന് പിന്നിൽ ഒരു വൈകാരികമായിട്ടുള്ള അംശം കൂടിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ കുടുംബത്തിന്റെ ഒരു ഭാഗമാണെന്ന് അഭിമാനിക്കുന്ന ഒരാളാണ്. അഭിമാനിക്കുന്നത് പ്രിയപ്പെട്ട ആനയുടെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള എന്റെ ചെറുപ്പകാലത്ത്, ബാല്യകാലത്ത് ലഭിച്ചിട്ടുള്ള സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും എന്നിലെ താലന്തുകൾ വാസ്തവത്തിൽ ഉണർത്തിയെടുത്ത ഒരു മനുഷ്യൻ എന്നതിന്റെയും ഉള്ള കടപ്പാടിന്റെയും ഒരു വൈകാരിക ബന്ധമാണ്. ആ ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുവാൻ ദൈവം സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട പൈതലിന്റെ വേർപാട് എന്റെ ഹൃദയത്തിൽ മേൽപ്പിച്ചത് ആഴമേറിയ ഒരു ആഘാതമാണ്. അത് മറച്ചു വയ്ക്കുവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ആ ശുശ്രൂഷയിൽ പ്രസംഗിക്കുമ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഞാനും ആ വൈകാരിക ഭാവത്തിൽ ഒത്തിരി അടിമപ്പെട്ട് പോയിട്ടുള്ളത്. എന്നാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ തിരുവനന്തപുരം നമ്മോട് പറയുന്നത് സകല ബുദ്ധിയെ കവിയുന്നു. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പ്രയോഗമാണത്. പൗലോസ് പറയുന്ന വാക്കുകൾ സകല ബുദ്ധിയെ കവിയുന്നു. അത് മലയാളത്തിൽ സകല ബുദ്ധിയെ കവിയുന്ന എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി തോന്നും. പക്ഷേ ഇംഗ്ലീഷിലെ അതിന്റെ പ്രയോഗമാണ് കുറെ കൂടെ അതിന്റെ ആശയത്തിന്റെ ഗാംഭീര്യം വ്യക്തമാക്കുന്നതിരിക്കുന്നത്. പീസ് ഓഫ് ഗോഡ്
that passeth all understanding. സകല ബുദ്ധി എന്ന് പറയുന്ന ആ കൊച്ചുവാക്കിൽ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആ വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുവാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയം. The peace of God that passeth all understanding. മനുഷ്യന്റെ എല്ലാവിധമായ ബുദ്ധിയെയും ജ്ഞാനത്തെയും അറിവിനെയും ഒക്കെ അതിശയിച്ചു പോകുന്ന ദൈവത്തിന്റെ സമാധാനം. ആ സമാധാനം കൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങൾ നിറയട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മോളെ കുറിച്ച് ആനയുടെ സഹോദരി എഴുതിയൊരു ഗാനം എന്നോട് അത് ഒന്ന് ട്യൂൺ ചെയ്ത് പാടണം എന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും എനിക്ക് ട്യൂൺ ചെയ്യാനുള്ള യാതൊരു കഴിവില്ല. 150-150 പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഒരൊറ്റ പാട്ട് പോലും ഞാൻ എഴുതിയിട്ട് ട്യൂൺ ചെയ്ത പാട്ടുകളല്ല. എനിക്കത് സംഗീതം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ട്യൂണിങ് അറിഞ്ഞുള്ളൂ. എന്നാൽ ഇതെങ്ങനെ ഈ പാട്ടുകളൊക്കെ പാടിച്ചു വെച്ചാൽ ദൈവം ട്യൂണും പാട്ടും ഒന്നിച്ചു തരുന്നു, അറിയാതെ അങ്ങ് പാടിപ്പോവുകയാണ്. അങ്ങനെ കിട്ടിയതാണ് ആ പാട്ടുകളൊക്കെ. അല്ലാതെ ഞാനൊരു സംഗീതജ്ഞനല്ല ഇത് ട്യൂൺ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികളിൽ ഇരുന്ന് പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാൻ. എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ പാട്ട് ഒന്ന് ചൊല്ലി ഇവിടെ അവതരിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന ഓർഡർ ഓഫ് വർഷിപ്പിന്റെ അവസാനത്തെ പേജിൽ എഴുതിയിരിക്കുന്ന ആ പാട്ട് സ്നേഹ സൗന്ദര്യ തീരം ശോഭസുന്ദര ദേശം താവൻ എനിക്കൊരുക്കി സ്നേഹരൂപൻ തന്റെ വിശുദ്ധർക്കായി. ഓർമ്മയുടെ മടിച്ചപ്പ് തുറന്നപ്പോൾ ഒരു കിളിക്കൊഞ്ചൽ കേട്ടു ഞാൻ. എൻ പൊന്നോമനെ നീ എവിടെ, നിന്നോളം പാൽപുഞ്ചിരി എന്നിനെ കാണും ഞാൻ. നിൻ മൃദുസ്പർശനം ആരും കണ്ടാൽ കൊതിക്കും നിന്നെ കുസൃതികൾ എന്ന് കാണും ഞാൻ. എല്ലാം ഓർമ്മകൾ ഓർമ്മകൾ. എന്തിനു നീ കടന്നു വന്നു, എല്ലാവരുടെയും കണ്ണിലും ഒരു മാലാഖയായി, ഇളം പാൽപുഞ്ചിരിയായി, ഹൃദയവിങ്ങൽ സമ്മാനമായി തന്നു നീ പറന്നുപോയി അങ്ങ് ദൂരെ ദൂരെ. ഷൈനിങ് ആനയുടെ സഹോദരി എഴുതിയ ഈ ഗാനം അവരുടെയൊക്കെ ഹൃദയത്തിന്റെ തേങ്ങ, അവരുടെയൊക്കെ ഹൃദയത്തിന്റെ നൊമ്പൻ എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അല്പനിമിഷത്തെ ധ്യാനത്തിനായി ഒരു പഴയ നിയമ വേദഭാഗം ഞാൻ എടുക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ ജോസഫിന്റെ മരണത്തോട് ചേർന്ന ഒരു വാചകം. ജോസഫ് തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെ അസ്ഥികളെ ഇവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. ഞാൻ മരിക്കുന്നു. ജോസഫിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന. ഈ മെമ്മോറിയൽ ഡേയിലെ മെമ്മോറിയൽ സർവീസിന്റെ മധ്യത്തിൽ എന്ത് ദൂതാണ് നൽകേണ്ടത് എന്ന് ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിച്ചു. മരണമാണോ, മരണത്തോട് ബന്ധപ്പെട്ട പ്രത്യാശയുടെ ദൂതാണ് നമുക്ക് ആവശ്യം. ഇതിനേക്കാളും വലിയൊരു പ്രത്യാശയുടെ ദൂത് വേദപുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യാശയുടെ ദൂതാണ് മരണക്കിടക്കയിൽ യാത്ര ചോദിച്ചുകൊണ്ട് ജോസഫ് നടത്തുന്ന ഈ സന്ദേശം. മരണത്തോട് മനുഷ്യൻ 2 വിധത്തിൽ പ്രതികരിക്കാറുണ്ട്. മരണം ശാശ്വതമായ നിരാശയിലേക്ക് ചില മനുഷ്യരെ വലിച്ചെറിയുമ്പോൾ ചിലർ ശാശ്വതമായി മരണത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പൈതലിന്റെ മരണം ദാവീദിന്റെ അനുതാപത്തിലേക്കും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും സഹായകമായി. മരണം ചിലർക്ക് ഒരു നിരാശയായി തീരും. എന്റെ കുഞ്ഞ് മരിച്ചു, എന്റെ അപ്പൻ മരിച്ചു, എന്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ നിരാശയോടുകൂടി നാം ഏത് രീതിയിൽ മരണത്തെ സ്വീകരിക്കുന്നു, കാണുന്നു എന്ന നിലയിലാണ് അത് നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ മരണം ദൈവികമായിട്ടുള്ള ഒരു ഹീലിംഗ് ആണ് എന്ന് വിശ്വസിക്കാൻ നാം കഴിയണം. 4 തരത്തിലുള്ള ഹീലിംഗ് ഉണ്ട് എന്ന് തിരുവചനത്തിലൂടെ
എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഹീലിംഗ്, ശരീരത്തിലെ ബോഡിലി ഹീലിംഗ്, ദാറ്റ് ഇസ് ദ ഹീലിംഗ് ബൈ ഗ്രേസ്, കൃപയാലുള്ള സൗഖ്യം. എന്നാൽ ഈ കൃപയാലുള്ള സൗഖ്യം അന്ന് തുടങ്ങി ബോഡിലി ഹീലിംഗും കൃപയാലുള്ള സൗഖ്യവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായ ശ്രേഷ്ഠമായ ഒരു സൗഖ്യത്തെ കുറിച്ച് തിരുവനന്തപുരം പറയുന്നത്. ആ ശ്രേഷ്ഠമായ സൗഖ്യമാണ് ഹീലിംഗ് ത്രൂ ഡെത്ത്സ് എന്ന് പറയുന്ന സൗഖ്യം. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല. ഇന്ന് ബോഡിലി ഹീലിംഗ് എന്ന് പറയുന്ന ഏറ്റവും താണ ഹീലിംഗ്. നമുക്കൊരു രോഗമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു സൗഖ്യമാണ്, അതാണ് നമുക്കൊക്കെ ഇഷ്ടം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഹീലിംഗ് ബൈ ഗ്രേസ്, കൃപയാലുള്ള സൗഖ്യം പോലും നമുക്ക് ആവശ്യമില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും കൃപയാലുള്ള സൗഖ്യമാണ് എനിക്ക് ആവശ്യം, എന്റെ കൃപ നിനക്ക് മതി. ഈ രോഗം സൗഖ്യമാകുന്നതല്ല, എന്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസിനോട് പറയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് കൃപയാലുള്ള സൗഖ്യം അനുഭവിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യം പലപ്പോഴും ബോഡിലി ഹീലിംഗാണ്. ഒറ്റ വാചകം കൊണ്ട് സൗഖ്യമാകുക, ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാകുക. ഇത് മാത്രമല്ല സൗഖ്യം നോക്കണം, അതിനപ്പുറത്ത് കൃപയിലൂടെയുള്ള സൗഖ്യമുണ്ട്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൗഖ്യമാണ് ഹീലിംഗ് ത്രൂ ഡെത്ത്സ്. ഹിസ്കിയ രാജാവ് ആയുസ് കൂടുതൽ ചോദിച്ചു വാങ്ങിയ ആളാണ് ദൈവത്തോട്. എന്നാൽ ഹിസ്കിയാവിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകന്റെ കാലത്ത് നീ ഈ രാജ്യം അശൂർ രാജാക്കന്മാർ പിടിച്ചടക്കാൻ പോകുന്നു, നിങ്ങൾ അടിമകളാവാൻ പോകുന്നു എന്ന് ഹിസ്കിയ രാജാവിന് വളരെ ദുഃഖമുണ്ടായി. തന്റെ മകന്റെ കാലഘട്ടത്തിൽ, മനുഷ്യരുടെ കാലഘട്ടത്തിൽ അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹിസ്കിയാവിനോട് ദൈവം കൊടുത്ത ഒരു സമാധാനവും, നിന്റെ കാലത്ത് സംഭവിക്കുകയില്ല, നിന്നെ ഇത് കാണാതെ വണ്ണം ഞാൻ വിളിച്ചു മാറ്റുക. That is a death, the healing through death. മരണത്തിലൂടെയുള്ള സൗഖ്യമാണ് വിളിച്ചു മാറ്റുന്നത്. ചിലർക്ക് നമ്മൾ പറയാറില്ലേ, കുറെ വർഷങ്ങൾക്ക് ശേഷം അപ്പച്ചൻ അന്ന് മരിച്ചത് നന്നായി, അല്ലെങ്കിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി, അല്ലെങ്കിൽ അവൻ അന്ന് മരിച്ചത് നന്നായി, അല്ലെങ്കിൽ എന്തെല്ലാം വേദന അനുഭവിക്കേണ്ടി. ഹീലിംഗ് ത്രൂ ഡെത്ത്സ്, മരണത്തിലൂടെയുള്ള സൗഖ്യം. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സൗഖ്യം ക്രിസ്തീയ ജീവിതത്തിൽ ഈ സൗഖ്യമാണ്, ഹീലിംഗ് ത്രൂ ഡെത്ത്സ്. പക്ഷേ നമ്മൾ ആരും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കെല്ലാം ബോഡിലി ഹീലിംഗ് ആണ് ആവശ്യം. നമ്മുടെ മരണങ്ങൾ വാസ്തവത്തിൽ ഹീലിംഗ് ആണ് എന്ന് നോക്കുവാനുള്ള ആ വിശ്വാസപരമായിട്ടുള്ള വളർച്ച നമുക്കുണ്ടാകുന്നത്. ഇവിടെ എന്താണ് ജോസഫ്? ഞാൻ വളരെ വേഗം ആശയങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ജോസഫ് പറഞ്ഞു, ഞാൻ മരിക്കുന്നു. പക്ഷേ ജോസഫ് ഒരു പ്രഖ്യാപനം നടത്തി. ജോസഫ് തന്റെ സഹോദരന്മാരെ കൊണ്ട് ഒരു വലിയ പ്രതിജ്ഞ എടുപ്പിച്ചു. ജോസഫ് നടത്തിയ പ്രഖ്യാപനം എന്താണ്? ദൈവം നിങ്ങളെ സന്ദർശിക്കും, നിങ്ങളെ ഈ അടിമ വീട്ടിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചു കൊണ്ടുപോകും. മരണക്കിടക്കയിൽ കൊണ്ടുകൊണ്ട് വാസ്തവത്തിൽ വലിയ ഒരു ഹോപ്പ് ദാറ്റ് സൂപ്പർസീഡ് സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളെ അതിജീവിച്ച വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയാണ് ജോസഫ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്ത്, മരണം എല്ലാറ്റിന്റെയും അവസാനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ, മരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, ഇനിയും ഒരു ജീവിതമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. അതാണ് the hope that supersedes. അതിശയിക്കുന്ന പ്രത്യാശ, അതിശയിക്കുന്ന ഒരു പ്രത്യാശ ദൈവത്തിന്റെ ജനത്തിന് കൊടുത്ത ഒരാളാണ് ജോസഫ്. നമുക്കറിയാം, സഹോദരന്മാരിൽ ഏറ്റവും ഇളയവന്റെ ഏറ്റവും മൂത്തയാണ്, അടുത്തയാണ്. അപ്പൊ ബാക്കി എല്ലാ സഹോദരന്മാരും ജീവിച്ചിരിക്കും. തന്നെ ഒറ്റുകൊടുത്തവരും, തന്നെ ചതിച്ചവരും, തന്നെ വഞ്ചിച്ചവരും, തന്റെ വസ്ത്രം കീറിയവരും, തന്റെ വസ്ത്രത്തിൽ രക്തം പൂശിയവരും, തന്നെ വിറ്റവരും ഒക്കെ തന്റെ മുമ്പിലുള്ളപ്പോൾ അവരെ ചുറ്റും നിർത്തിക്കൊണ്ട് ജോസഫ് പറയുകയാണ്, ഞാൻ മരിക്കും, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. നിങ്ങൾക്ക് ഇതോടെ കാണേണ്ടതായിട്ടുണ്ട്. എനിക്ക് വലിയ പ്രത്യാശയുണ്ട്, പക്ഷേ നിങ്ങളത് അനുഭവിച്ചറിയേണ്ട പ്രത്യാശയാണെന്ന് പറഞ്ഞുകൊണ്ട് ജോസഫിന്റെ മരണം അതുകൊണ്ട് ഒന്നാമത് ഒരു that was a confessing death, ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു മരണമാണ് ജോസഫ് നടത്തിയ മരണം. മരണം പലപ്പോഴും ഏറ്റുപറച്ചിലിന്റെ ഒരു മരണമാണ്. തിരുവരണം കഴിയും. നമ്മൾ അങ്ങനെ ഒരു സാവകാശം ദൈവമേ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്ക് അത്രത്തോളം ദുഃഖം ആവശ്യമില്ല, കാരണം അവർ ദൈവസന്നിധിയിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ
പ്രായമായ നമ്മളൊക്കെ മരിക്കുമ്പോൾ കർത്താവേ, ഒരു കൺഫസിംഗ് ഡെത്ത് ഏറ്റു പറഞ്ഞുകൊണ്ട് നിന്റെ സ്ഥാനത്തിൽ നിന്ന് മരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. എന്താ ആ കൺഫസ് ചെയ്തത്? എന്തൊക്കെയാണ് കൺഫസിംഗ്? എവിടെയാണ് ആ ഫെയ്ത്ത്, തന്റെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ജോസഫ് മരിക്കുന്നത്? ആ പ്രഖ്യാപനത്തിന്റെ മധ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജോസഫിന്റെ വലിയ വിശ്വാസം. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇത്രയും ആഴമേറിയ വിശ്വാസമാണ് ജോസഫ് കാത്തു സൂക്ഷിച്ചത്. ആരുടെ മധ്യത്തിലൊക്കെയാണ്? ഇൻ ദ മിസ്റ്റ് ഓഫ് റിജക്ഷൻ, തന്നെ നിരസിച്ചവരുടെ, തന്നെ തള്ളിപ്പറഞ്ഞവരുടെ മധ്യത്തിൽ വിശ്വാസം ഏറ്റു പറയുന്ന ഒരു ജോസഫ്. ഇൻ ദ മിസ്റ്റ് ഓഫ് ഇമോഷണൽ ബ്രേക്കപ്പ്, വൈകാരികമായിട്ടുണ്ടായിട്ടുള്ള ജോസഫിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. അതിന്റെ മധ്യത്തിലൂടെയുള്ള ജോസഫിന്റെ വിശ്വാസ പ്രഖ്യാപനം. അതുപോലെ തന്നെ അവകാശങ്ങളുടെ മധ്യത്തിൽ അത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ വേദനിക്കപ്പെട്ട ജോസഫിന്റെ സാക്ഷ്യം. അങ്ങനെയുള്ള ഒരു വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് തന്റെ മരണക്കിടക്കയിൽ ജോസഫ് നടത്തുന്നത്. എല്ലാവരും തള്ളിപ്പറഞ്ഞതിന്റെ മധ്യത്തിൽ അവരൊക്കെ നിൽക്കുമ്പോൾ, ഇവരെല്ലാം നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ഈ സഹോദരന്മാർ ചെയ്തു വെച്ചതാണ് ഇതെല്ലാം. പിന്നീടുണ്ടായ തടവറയും പിന്നീടുണ്ടായ വൈകാരിക ആക്ഷേപങ്ങളും ഒക്കെ ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയതൊക്കെ വാസ്തവത്തിൽ ഈ സഹോദരന്മാർ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് അവരുടെ മധ്യത്തിൽ ഇതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ജോസഫ് പറയുകയാണ്, ഞാൻ മരിക്കുന്നു, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇത്ര വലിയൊരു സന്തോഷകരമായിട്ടുള്ള സമാധാനമാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ പത്രോസ് പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന വലിയ എന്ന് പറയുവാൻ കാരണമാണ്. രണ്ടാമത് ജോസഫ് തന്റെ മരണം എന്ന് പറയുന്നത് ഡെത്ത് കൺഫേമിംഗ് ദ ഫെയ്ത്ത്, വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മാത്രമല്ല, വിശ്വാസത്തെ കൺഫേം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു മരണമാണ് ജോസഫിന്റെ മരണം എന്ന് പറയുന്നത്. വിശ്വാസം, വിലയേറിയ വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നു എന്ന് പറയുന്ന, ഉറപ്പിച്ചു പറയുന്ന, ഉറപ്പിക്കുന്ന, താൻ തന്റെ ഉറപ്പിന്റെ പ്രഖ്യാപനം മാത്രമല്ല, ചുറ്റും നിൽക്കുന്നവരെ, തന്റെ സമൂഹത്തെ, തന്റെ ജനതയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു മരണം. അങ്ങനെയുണ്ട് മരണം. എന്റെ മനസ്സാന്തരം വാസ്തവത്തിൽ ഒരു മരണത്തിലൂടെയാണ് സംഭവിച്ചത്. എന്റെ മാതാപിതാക്കളോ അങ്ങനെയുള്ളവരാരും ഒരു പുരോഹിതന്റെ മരണമാണ് എന്നെ ഈ നിലയിൽ ഇവിടെ നിർത്തുവാൻ ഇടയാക്കി. കൺഫേമിംഗ് ഡെത്ത്, ഉറപ്പിക്കുന്ന മരണങ്ങൾ. പല ജീവിതങ്ങളെയും ഉറപ്പിക്കുന്ന, പല ജീവിതങ്ങളെയും തിരുത്തുന്ന മരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് യോസഫിന്റെ ജീവിതം എന്ന് പറയുന്നത് കൺഫേംസ്, ഉറപ്പിക്കുന്ന മരണം എന്ന നിലയിൽ കാണാൻ പറ്റും. സഹോദരന്മാരെ, വിശ്വാസം പറയുകയാണ്, നിങ്ങൾ ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നത് മാത്രമല്ല പറഞ്ഞത്, നിങ്ങളെ ഈ ദേശത്തിൽ ദൈവം വിടുവിച്ചു കൊടുക്കും. അപ്പോൾ അത് വെറുതെ ഒരു പ്രഖ്യാപനമാണ് എന്ന് സഹോദരന്മാർക്ക് തോന്നരുത് എന്നുള്ളതിന് വേണ്ടി പറയുകയാണ്. അന്ന് നിങ്ങൾ ഈ അസ്ഥികൾ, എന്റെ ശരീരത്തിന്റെ, എന്റെ മതശരീരം നിങ്ങൾ സൂക്ഷിക്കണം, ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിക്കണം. എന്റെ അസ്ഥികളെ നിങ്ങൾ അന്ന് നിങ്ങളുടെ ബാധ്യത ഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ വേണം അടക്കാൻ എന്ന്. നിങ്ങൾ ആരെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. അവരുടെ കയ്യിൽ ജോസഫിന്റെ ശവപ്പെട്ടി ഉണ്ടായി. ജോസഫിന്റെ ശവപ്പെട്ടിയുമായിട്ടാണ് ഈ 40 വർഷം ഇവർ യാത്ര ചെയ്തത്. ഒരു വിശ്വാസത്തിന്റെ ധീരത നോക്കണം. എത്ര ആഴമേറിയ കാലഘട്ടങ്ങളെ അതിശയിക്കുന്ന വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ആ ശവപ്പെട്ടി. എല്ലാം അവിടെ അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കും ശവപ്പെട്ടിയിൽ. ആ ശവപ്പെട്ടിയാണ് പ്രത്യാശയുടെ ദൂത് ഇസ്രായേൽ മക്കൾ കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾ അവിടെ വേണമെന്ന് അടക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെയും ജനത്തെയും ഉറപ്പിച്ച വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ആ ശവപ്പെട്ടിയും തോളിലെന്തുവാൻ. എനിക്കൊന്നൊരു 2-4 പേരെങ്കിലും ഈ ശവപ്പെട്ടി മാറി 40 വർഷം ചുമന്നു എന്നാണ് വിശ്വാസം. ഇസ്രായേൽ മക്കളുടെ ഈ പ്രസിദ്ധമായ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. മോസസും അതുപോലെയുള്ളതും. ഇതിന്റെ അകത്തെങ്ങും ഈ ശവപ്പെട്ടിയാണ് കിട്ടും. ഇത് വായിച്ചു വരുന്നു, അത് മനസ്സിലാക്കിയിട്ടില്ല. അതായിരുന്നു വാസ്തവത്തിൽ ആ മോക്ഷയാത്രയുടെ, ആ തീർത്ഥയാത്രയുടെ, ആ വിമോചന യാത്രയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മുദ്രയായിരുന്നു ജോസഫിന്റെ ശവപ്പെട്ടി.
വിശ്വാസം ഏറ്റുപറയുന്ന മരണം, വിശ്വാസം ഉറപ്പിക്കുന്ന മരണം, വിശ്വാസം പ്രചരിപ്പിക്കുന്ന, വ്യാപിപ്പിക്കുന്ന മരണം. ഇത്തരമൊരു മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, let us live like Jesus died. യേശു മരിച്ചതുപോലെ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. യേശു പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു. യേശു നിരപ്പിന്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് മരിച്ചു. യേശു പിതാവുമായിട്ടുള്ള സംസർഗത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ മരിച്ചു. പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ ഫലമേൽപ്പിച്ചുകൊണ്ട് മരിച്ചു. യേശു മരിച്ചതുപോലെ ജീവിക്കുവാൻ, അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത് 2 കൊരിന്ത്യർ 4:10 We are carrying the cross. നാം ക്രൂശ് വഹിക്കുക മാത്രമല്ല, ക്രിസ്തുവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ നാം വഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഭയം തോന്നരുത്. ക്രിസ്തുവിന്റെ മരണം നാം നമ്മുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടേ ജീവിക്കുക. യേശു മരിച്ചതുപോലെ, യേശുവിന്റെ മരണം പോലെ നമ്മുടെ ജീവിതമാകണമെന്നുള്ളത്. എന്നെ കാണുന്നവർ കാണേണ്ടത് യേശുവിന്റെ മരണമാണ് ഞാൻ കാണേണ്ടത് എന്നാണ്. ഒരു വിശ്വാസിയെ കാണുന്നത്, ലോകം കാണേണ്ടത് എന്റെ മുഖമല്ല, യേശു മരിക്കുന്നതാണ്, യേശുവിന്റെ മരണമാണ് ഞാൻ കാണേണ്ടത്. ലോകത്തിന്റെ രക്ഷ നൽകിയ ശാശ്വതമായ ആ വലിയ മരണത്തിന്റെ ദർശനമാണ് എന്നിലും നിങ്ങളിലും ലോകം കാണുന്നത്. ഈ വലിയ ഒരു പ്രത്യാശയും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ. ക്രിസ്തുവിന്റെ മരണം വഹിക്കുന്ന ഒരു ജീവിതം, ക്രിസ്തു മരിച്ചതുപോലെ ജീവിക്കുന്ന ഒരു ജീവിതം, ക്രിസ്തുവിന്റെ നിഴലായിരുന്ന ജോസഫ് അതെല്ലാം അവന്റെ മരണത്തിലൂടെ നമുക്ക് കാണിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഷിക്കാഗോയിലായിരുന്നു. അവിടെ മർത്തോമപ്പള്ളിയിലെ ഒരു യുവ സ്നേഹിതൻ, 10-18 വയസ്സുള്ള ഒരു കുഞ്ഞ്, 1 മാസത്തിന് മുമ്പ് മരിച്ചു പോയെന്ന് പത്രത്തിലൊക്കെ വായിച്ചു. ഒരു കാർ ആക്സിഡന്റ്. വളരെ ദൈവ കമ്മിറ്റഡ് ആയ ഒരു ക്രിസ്ത്യനായിരുന്നു. വളരെ ആഴമേറിയ ദൈവവിശ്വാസമുള്ള വലിയ വിശ്വാസിയായ ഒരു കുഞ്ഞായിരുന്നു മരിച്ചു. 2 സഹോദരന്മാരായിരുന്നു. അവരെപ്പോഴും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ അന്ന് മാത്രം ആരെയോ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോയ കൂട്ടത്തിൽ ജ്യേഷ്ഠനെ വിട്ടിട്ട് അനിയൻ മാത്രമായി അവരുടെ കൂടെ പോയി. മടങ്ങി വരാൻ താമസിച്ചപ്പോൾ ജ്യേഷ്ഠൻ സെൽഫോണിൽ വിളിച്ചു വെച്ചു, നിങ്ങൾ അന്ന് എത്ര താമസിക്കുന്നതെന്ന് ചോദിച്ചു. നീ ഇപ്പൊ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആ അനിയൻ കാറിലിരുന്നുകൊണ്ട് മറുപടി പറഞ്ഞു, ഇങ്ങനെ കാർ വന്നോണ്ടിരിക്കുകയാണോ? മറുപടി പറയുന്നുണ്ടായി, ഐ ആം ഇൻ എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് റൈറ്റ് നൗ. ഞാനിപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞു. പെട്ടെന്ന് സെൽഫോൺ ഓഫായി പോയി. അടുത്ത നിമിഷത്തിൽ ഒരു ട്രക്ക് വന്നിടിച്ചു, മരിച്ചു. നൗ ഐ ആം ഇൻ എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ ജ്യേഷ്ഠൻ പറയുന്നതാണ് എന്റെ അവസാനത്തെ വാക്കുകൾ ഇതായിരുന്നു, നൗ ഐ ആം ഇൻ എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. പെട്ടെന്ന് ആ ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് അവനെ ദൈവം മാറ്റി വെച്ചു. ഈ വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. We will be in a very beautiful place. നമ്മളൊരു മനോഹരമായ തീരത്തേക്ക് പോകുന്നു. A beautiful haven. മനോഹരമായൊരു കടൽ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ള പ്രത്യാശ. ഈ വലിയ സാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് ഈ ലോകയാത്ര അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുകയും ജോസഫിന്റെ സാക്ഷി ജീവിതം നമുക്കൊരു ചലഞ്ചായി തീരട്ടെ. ജോസഫിന്റെ ശവപ്പെട്ടി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഓർമ്മചിഹ്നമായി നിൽക്കട്ടെ. കാൽവരിയിലെ യേശു മരിച്ചതുപോലെ ജീവിക്കുവാനുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പൈതലിന്റെ ഓർമ്മയെ നമുക്ക് കൊടുക്കാം. ദൈവം സകലത്തെയും കഴിയുന്ന സമാധാനത്താൽ നമ്മെ ഓരോരുത്തരെയും മറിക്കുമാറാകട്ടെ. ഏകദേശം ഞാൻ വിശ്വസിക്കുന്നു. ജനിക്കപ്പെട്ടവൻ ജനിക്കപ്പെട്ടവനാക്കപ്പെട്ടതല്ല, ഇതാണ് ഏകത്വമുള്ളവൻ. അവനായി മൺമരിച്ചായ നമുക്ക് സന്ദർശിക്കും വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനെ കല്ലുകറിയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പുതിയ സ്ഥിരാവസ്ഥയിലും വീണ്ടും സൂക്ഷിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവഴുത്തിന് പ്രകാരം 3-ാം ദിവസം എഴുന്നേറ്റു.
സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിനോടൊത്തുവാതിരിക്കുന്നു. മനുഷ്യരുടെയും മനുഷ്യരെ ന്യായവിധിപ്പാൻ മോഹത്തോടെ വീണ്ടും വരും. അവന്റെ ഉണ്ടായില്ല. കർത്താവ് ജീവിക്കുന്നവനും പിതാവിന് കൂട്ടത്തിൽ പുറപ്പെടുന്നവനും പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് വന്ദിക്കപ്പെട്ട് മാറ്റപ്പെടുന്നവനും പ്രവചനമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരുമ്പോൾ ഒരു കൺഫസിങ്, ഒരു കൺഫേമിങ്, അതിലൂടെ പ്രത്യാശ വിളംബരം ചെയ്യുന്ന ഒരു മരണമായി മറ്റുള്ളവരെ ക്രിസ്തുവിനോട് ആദായപ്പെടുത്തുന്ന, ആഹ്വാനം ചെയ്യുന്ന ഒരു നിത്യതയിലോട്ടുള്ള യാത്രയെ തീരുമാനം. കർത്താവെ ഞങ്ങൾക്കും സഹായിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അതിനുശേഷം ഉള്ള പാട്ടിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പകലുള്ളപ്പോൾ ഞങ്ങളുടെ വേലയെ ചെയ്ത് തീർപ്പാനും ഞങ്ങൾക്ക് മുൻപായി കടന്നുപോയിട്ടുള്ളവരും ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും തങ്ങളുടെ സഹതാപത്തിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും തങ്ങളുടെ സ്നേഹത്താലും ദൃഷ്ടാന്തത്തിലും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള നിന്റെ എല്ലാ മക്കളെയും നന്ദിപൂർവ്വം സന്തോഷത്തോടെ ഓർപ്പാനും ഞങ്ങൾ കൃപ തരണമേ. ഞങ്ങളുടെ യാത്രയുടെ സമയം വരുമ്പോൾ സമാധാനത്തോടെ നിദ്ര പ്രാപിക്കേണ്ടതിന് എന്റെ മക്കൾക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവന്റെ പുനരുത്ഥാനത്തിലേക്ക് യോഗ്യതരായി അവരോടുകൂടെ എണ്ണപ്പെടേണ്ടതിനും കൃപ നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ അമൂല്യത്തിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് ആ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം കൂടി ചെലവഴിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മിശിഹാ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയിൽ കണ്ണീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യകരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്നും അറിവാൻ അവരെ സഹായിക്കണമേ. നിന്റെ പിതൃതയിൽ ഉറപ്പായി ആശ്രയിച്ചുകൊണ്ടിരിക്കാൻ
അവർ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇങ്ങനെ പിതാ പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും നിങ്ങളോട് അവരോടും കൂടി പൊഴുന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ഈ മെമ്മോറിയൽ സർവീസിനോട് വന്നിരിക്കുന്നവരെ ഈ സമയത്ത് ഞാൻ ഒരു വാക്കിൽ സ്വാഗതവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുവാൻ ജോൺ വർക്കിയെ ഞാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് ഞാൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. സാറിന് പ്രത്യേകിച്ച് ബുഷേൽ സാർ ഓർപ്പിച്ചതുപോലെ ഈ മരണം ഒരു ഉത്തരമില്ലാത്ത ഒരു മരണമാണ്. തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകൾ കൂടെ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് നമ്മളുടെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വിചിന്തനം ചെയ്യുവാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് മെമ്മോറിയൽ സർവീസ്. മരിച്ചവരെ ഓർക്കുക എന്നുള്ളതല്ല തെന്നിന്ത്യയുടെ ഞങ്ങളുടെ വിശ്വാസപ്രദത്തിലുള്ള സാറ് പറഞ്ഞതുപോലെ നല്ല നല്ല കാര്യം ഈ മരണത്തിലൂടെ നമ്മൾക്ക് വിശ്വാസം ഉറപ്പിക്കുക, അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മളുടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ടുള്ള അവസരം ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്വം. ജീവിക്കുമ്പോൾ നമ്മൾ 2 ഡേറ്റിന് മാത്രമേ നമ്മൾക്ക് അവകാശം ഉള്ളൂ. ഒന്ന് സാധാരണ ഡെപ്പിത്താൽ അല്ലെങ്കിൽ കല്ലറയിൽ എഴുതി വെക്കാറുള്ള 2 ഡേറ്റ്, ഇതിനിടയിൽ ഒരു ഡാഷ്, അതായത് ജനിച്ചത് സോ ആൻഡ് സോ ഡേറ്റ്, മരിച്ചത് സോ ആൻഡ് സോ ഡേറ്റ്. ഇതിനിടയ്ക്കുള്ള സമയം എൻ്റെ നിന്നുള്ള ഉത്തരവാദിത്വം അത് ഒറ്റൊരു ഡാഷ് കൊണ്ടാണ് പൂരിപ്പിച്ചിരിക്കുന്നത്. ആ ഡാഷ് അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യേണ്ടത് എൻ്റെ നിങ്ങളുടെ കടമ. അലക്സിസ് വിശ്വാസം കാത്തുകഴിഞ്ഞ് ഓട്ടം തിരിച്ചു നീതിയുടെ കിരീടവും നേടിക്കും. എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് ഒരു നിമിഷം ഇവിടെ ഇരിക്കുന്ന ആരും നിങ്ങളുടെ മാതാവിൽ കൂടെ നിങ്ങളുടെ ജീവൻ ലഭിച്ചു. നിങ്ങളുടെ ജീവൻ എങ്ങനെ പോകുമെന്ന് അറിയാൻ പാടില്ല. മുമ്പേ പറഞ്ഞത് സാറ് പറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട. തീർച്ചയായിട്ടും ആ മരണം സംഭവിച്ച സമയത്ത് ഞാൻ വിളിച്ചിരുന്നു. അപകടത്തിലായിരിക്കാം, ഉടൻ തന്നെ എന്റെ നിങ്ങളുടെ ജീവൻ പോകും. പക്ഷെ അതിൽ ഭയപ്പെടുവാൻ, നിങ്ങളെ ഫില്ല് ചെയ്യുവാൻ, ഇത്രയും ഗ്യാപ്പ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫില്ല് ചെയ്യുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ധൈര്യം വേണം. അതാണ് സാറിന് പഠിച്ചു കാണിച്ചത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലുള്ള ഓട്ടം അത് നിങ്ങളെല്ലാവരും ഓർക്കണം. നന്നായ രാജ്യമാണ് നമ്മുടെ അത് ഫില്ല് ചെയ്യും. ഓരോ ദിവസം കർത്താവേ എനിക്ക് പകലുള്ളപ്പോൾ എൻ്റെ ഓട്ടം തികയ്ക്കുക, ഞങ്ങൾക്ക് സഹായിക്കണം. ഇതിൽ വന്ന് പങ്കുചേർന്നേവരോടുകൂടെ പ്രതിജ്ഞത അറിയിക്കുവാനും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാനും മനോജനേഷൻ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നന്ദി അർപ്പിക്കുന്ന കടമയാണ് ഇങ്ങനെയുള്ളത്. അതിന് മുമ്പ് 2 വാക്ക് പറഞ്ഞു കേട്ടെ. ഒരു ദിവസം എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, ഡാഡി എന്നാണ് അലക്സിസ് നമുക്ക് കാണാൻ പറ്റുന്നത്? പെട്ടെന്ന് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ദൈവം എവിടുന്നോ ശക്തി തന്നു. ഒരു ദിവസം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ അപ്പച്ചന്റെ മടിയിൽ നമുക്ക് അലക്സിമോളെ കാണാം എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യവും പ്രത്യാശയുമാണ് നമുക്കുള്ളത്. നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം അലക്സിസ് മോൾ ഓടി വരും എന്നുള്ള ധൈര്യം നമുക്കുണ്ട്, ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ വന്ന് അനുഗ്രഹിച്ച പങ്കെടുക്കുകയും ചെയ്ത ജൂഹിച്ചിനുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു.
അടുത്തായിട്ട് ഞങ്ങളോട് എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, ഏത് കാര്യത്തിനും എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ ഫിലിപ്പച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കോർ മെമ്പേഴ്സിനോടുള്ള നല്ല മനോഹരമായ പാട്ടുകൾ പാടിയ കോർ മെമ്പേഴ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വചനത്തിൽ നിന്ന് ആഴമായി ദുഃഖിക്കുന്ന മനസ്സിനെ ആശ്വാസം നൽകുന്ന വചനങ്ങൾ തന്ന സാധാരണ കോച്ചുകളുടെ സാധനമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇനി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും, പള്ളിയിലെ മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, ഇവരോടെല്ലാം എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരു കാര്യമുണ്ട്, വീണ്ടും നിങ്ങൾ ഈ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കണം. നിങ്ങൾ കൊടുക്കുന്ന പ്രാർത്ഥനയും ധൈര്യമാണ് അവർക്കുള്ളത്, അത് മറക്കരുത് എന്നുകൂടി അപേക്ഷിക്കുന്നു. ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, പള്ളിയുടെ ബേസ്മെന്റിൽ ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായി എല്ലാവരും അതിൽ കൂടി പങ്കെടുത്തിട്ട് പോകാമെന്ന് വിളിച്ചു. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച് അലക്സിസ് മോളുടെ നല്ല നല്ല ഓർമ്മ അവസാനം ഫലമായിട്ടുള്ളതും നീതിയുമായിട്ടുള്ളതും നിത്യമായിട്ടുള്ളതും സത്യമായിട്ടുള്ളതും എല്ലാം ഓർത്തു കൊള്ളുവാനും പഠിക്കുവാൻ അപ്പോസ്തലനായ ഞങ്ങളെ ഉപദേശിപ്പിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവം, ഞങ്ങളുടെ യാത്രയുടെ അന്ത്യം വരെ വരുമ്പോൾ ധൈര്യത്തോടുകൂടി ഞങ്ങളുടെ ഓട്ടങ്ങളെ തികയ്ക്കുവാൻ, ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ ആ നീതിമാനായ നീതിപതിയുടെ കയ്യിൽ നിന്നും താമയത്തെ ലഭിക്കുമെന്നുള്ള ഉറപ്പിന് വേണ്ടി താങ്കളോടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുക. വാരുള്ളപ്പോൾ ഞങ്ങളുടെ പേരുകളെ ചെയ്തു വെക്കാൻ, മുറിവുകളെ ഗണ്യമാക്കാതെ ഓടുവാൻ, പ്രതിഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കുവാൻ താവ്യങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന അങ്ങയുടെ ജനങ്ങളെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും സമാധാനത്തോട് പറഞ്ഞേക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. സമാധാനത്തോടുകൂടി പോകാം.